4 ഭാഷകളിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടും രക്ഷയില്ല. പെരിന്തൽമണ്ണ ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷ് എവിടെയെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കണ്ടെത്താനാകാതെ പോലീസ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിനീഷ് രക്ഷപ്പെട്ടത് ഡിസംബർ 29-നാണ്. അതായത് 16 ദിവസം പിന്നിടുന്നു. സൂചനയ്ക്ക് ഒരു CCTV ദൃശ്യങ്ങൾ പോലും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. രണ്ടാം തവണയാണ് വിനീഷ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോകുന്നത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് 2021 പെരിന്തൽമണ്ണ സ്വദേശിയായ ദൃശ്യയെ കൊലപ്പെടുത്തിയതിനാണ് വിനീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. ജയിലിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചപ്പോൾ 2022 വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. അന്നും അവിടെ നിന്ന് വിനീഷ് ചാടിപ്പോയിരുന്നു. പിന്നീട് പിടിയിലായപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ മാറ്റി. ജയിലിൽ വീണ്ടും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനാൽ ഡിസംബർ 10-ന് തിരികെ കുതിരവട്ടത്തെത്തിച്ചു. കൃത്യം 20-ാം ദിവസം വിനീഷ് രണ്ടാമതും രക്ഷപ്പെട്ടു. 10 ദിവസത്തെ ശ്രമത്തിനൊടുവിൽ ചായ കുടിക്കാൻ നൽകിയ ഗ്ലാസ് ഉപയോഗിച്ച് ശുചിമുറി തുരന്നാണ് രക്ഷപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് വിനീഷ് ചാടിപ്പോയതായി കണ്ടെത്തിയത്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ CCTV ഇല്ലാത്തത് തിരിച്ചടിയായി. വിനീഷിന്റെ നാടായ പെരിന്തൽമണ്ണയിലും അടുത്ത ബന്ധുക്കളുടെ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. 2022 രക്ഷപ്പെട്ടപ്പോൾ കർണാടകയിൽ നിന്നാണ് വിനീഷിനെ പിടികൂടിയത്. അതുകൊണ്ട് കർണാടക കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു. അന്വേഷണം ഊർജിതമാണെന്ന് പറയുമ്പോഴും വിനീഷ് രക്ഷപ്പെട്ടിട്ട് 2 ആഴ്ചയാകുന്നു എന്നത് പോലീസിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.